പറ്റില്ല. പക്ഷേ വെടിയേറ്റു വീണ പ്രശാന്തിയാണ് ഗാന്ധി. നമ്മൾ വെടിവെച്ചിട്ട് കഴിഞ്ഞ ഒരു പ്രശാന്തിയാണ്. ആ ശാന്തി തിരിച്ചെടുത്താൽ ആണ് ഒരു ഏക മനസ്സായി ഒരു നാടിന് ജീവിക്കാൻ പറ്റുന്നത് എന്നിപ്പോഴും ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ശാന്തിയെ തിരിച്ചെടുക്കണം. തനിയെ നടന്നു നീ പോവുക എന്നാണ് ഞാൻ ആ കവിത ആരംഭിക്കുന്നത്. അപ്പോൾ ആ കവിത അങ്ങനെ ആരംഭിക്കുന്നത് ടാഗോറിൻ്റെ ഒരു കവിതയെ ആധാരമാക്കിയാണ്. അപ്പോൾ ആരും നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും നീ തനിച്ചു നടക്കുക എന്ന് പറയുന്ന ആ വരികളാണത്രേ മഹാത്മാഗാന്ധി ജീവിതാന്ത്യത്തിൽ ദിവസവും കേട്ടിരുന്ന ഗാനം. അദ്ദേഹത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് ആ തനിയെ നടന്നു പോവുക എന്നതിൽ പലരും വിചാരിച്ചു ഗാന്ധി ഏകാഗിയാണ് എന്നാണ്. അല്ല, ഗാന്ധിയുടെ ധീരമായ പദസഞ്ചലനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തനിച്ച് നടക്കാനുള്ള ശേഷി ഭാരതീയനുണ്ടാക്കാനായിരുന്നല്ലോ ആ മനുഷ്യൻ പാടുപെട്ടത്. സ്വാശ്രയം, സ്വരാജ്യം, സ്വന്തം ഭരണം, സ്വാശ്രയം. ആ സ്വാശ്രയമാണ് തനിച്ച് നടക്കൽ. ഇന്നും നമുക്ക് ഒരു മൊഴിക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ ദുര്യോഗം. ആ തനിച്ച് നടക്കാനുള്ള ഗതി നമുക്ക് ഇതുവരെ വന്നില്ല. അതിലൊരു വേദന കൊണ്ടാണ് ഞാനിത് ഈ കവിത എഴുതിയത് തന്നെ. ഞാൻ രാജ്ഘട്ടിൽ പോയി ഒരു ദൃശ്യം കണ്ടതിന് ശേഷമാണ് ആ കവിത എഴുതിയത്. രാജ്ഘട്ടിൽ ആദ്യമായി പോകുന്ന ദിവസം ഈ പാദുകങ്ങളെല്ലാം അഴിച്ച് ദൂരെ വെച്ചിട്ട് ഗാന്ധിയുടെ ആ സമാധിക്ക് മുന്നിൽ കത്തുന്ന അഗ്നിക്ക് മുന്നിൽ പോയി നിൽക്കുമ്പോൾ എനിക്ക് തൊഴാൻ തോന്നിയില്ല, വെറുതെ നിൽക്കുകയാണ്. പക്ഷെ എവിടെ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ആയിരിക്കണം പാവപ്പെട്ട കുറേ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്നു. ഒന്നവരുണ്ട് അധ്യാപകരവരെ നയിക്കുന്നുമുണ്ട്. അവരിങ്ങനെ വന്നിട്ട് ഗാന്ധിയെ നമ്മൾ വെടിവെച്ചതിൻ്റെ പിറ്റേ വർഷം ജനിച്ച ഞാൻ നോക്കി നിൽക്കേ, ഗാന്ധി മറഞ്ഞു പോയിട്ട് പിന്നെയും ഒരു 40-45 വർഷത്തിന് ശേഷം ജനിച്ച ആ കുട്ടികൾ നടന്നു വന്നിട്ട് ആരും പറയാതെ തന്നെ പെട്ടെന്ന് ആ മണ്ണിൽ സാഷ്ടാംഗം വീഴുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്കിതുവരെ ഗാന്ധിയെ മനസ്സിലായിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. ഗാന്ധിയുടെ ശക്തി അതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരാദർശമായി, കർമ്മപ്രവണതയായി, ഒരു സമർപ്പണമായി, ഒരു ശരിയായ മനുഷ്യത്വമായി പൂത്തു നിൽക്കുന്ന ഒരാളാണ് ഗാന്ധി. അതുകൊണ്ട് ഗാന്ധി മരിക്കില്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഉള്ളിൽ വരാത്തത് ഞാൻ മാറിപ്പോയിട്ടാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ മാറിയിട്ടില്ല. ഭാവിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ആര് എന്ന് ഒരു കുഞ്ഞിനോട് ചോദിക്കണമെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നവനാണ് രാജ്യത്തിൻ്റെ ശരിയായ നേതാവ് എന്നിപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം തോന്നണം. ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മടങ്ങിപ്പോന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന PK രാജൻ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ, എനിക്കിതുവരെ ഗാന്ധിയെ മനസ്സിലായിട്ടില്ല. ഇന്ന് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ വെടിവെച്ചു കൊന്ന ആ മനുഷ്യനാണ് നമ്മുടെ ശരിയായ ആദർശപുരുഷൻ. തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. എന്നിട്ട് അതിൻ്റെ അടുത്ത വർഷം മറീന ബീച്ചിൽ, ചെന്നൈയിലെ മറീന ബീച്ചിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപിഴ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ജൂബിലി 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കവിയായി ഞാനും ക്ഷണിക്കപ്പെട്ടു. ഞാനവിടെ ചെന്നു. മഹത്തായ വലിയ വൻകിട ഉദ്ഘാടന സമ്മേളനം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ദേവഗായകൻ യേശുദാസിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു.
അത് നമുക്ക് അഭിമാനമാണ്. ആ കച്ചേരി കഴിഞ്ഞ ഉടനെ തെന്നിന്ത്യൻ കവികളുടെ സതിരായിരുന്നു. ആ സതിരിൽ ഞാൻ കയറിയിട്ട് എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ കയറി, ഏറ്റവും ഒടുവിലായിരുന്നു ഞാൻ. എൻ്റെ ഊഴം വന്ന് ഞാൻ കയറിയപ്പോൾ കയറി ആദ്യം എൻ്റെ കുരുനാഥൻ എന്ന ഉള്ളത്തോളിൻ്റെ കവിത അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഗാന്ധി എന്ന കവിത പാടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചൊല്ലിയ കവിതയുടെ പൊരുൾ തമിഴ് മാത്രം അറിയുന്ന പലർക്കും, മലയാളം അറിഞ്ഞുകൂടാത്ത പലർക്കും, തമിഴ് മാത്രമല്ല മലയാളം അറിഞ്ഞുകൂടാത്ത പലർക്കും മനസ്സിലായി. ഞാൻ വേദി വിട്ടിറങ്ങിയപ്പോൾ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വേദി വിട്ടിറങ്ങിയപ്പോൾ എന്നെ ഒരു ഇങ്ങനെ കുറുകിട്ട ഒരാൾ വന്ന് ഇങ്ങനെ പിടിച്ചു, അണച്ചു പിടിച്ചിട്ട് ചെറുപ്പാരത്ത് എന്നാ സ്വരം, എത്ര ഗാന്ധികൾ, എൻ്റെ കവിതയിൽ എത്ര ഗാന്ധികളുണ്ടെന്നാണ്. കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന ആളായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ വയലിൻ ഞാൻ പതിവായിട്ട് കേൾക്കുന്നതാണ്. അദ്ദേഹം ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ അല്ലാതെ ഒതുങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി. ഒരു മഹിമയാണ് ആ മനുഷ്യൻ ചെയ്തത്. അത് കഴിഞ്ഞ ഒരാൾ വന്ന് എൻ്റെ മുമ്പിൽ ഒരു തടിമാടനാണ് ആൾ. എനിക്ക് ആളിനെ മനസ്സിലായി. എന്നെ പരിചയപ്പെടുത്തണം, ഞാൻ ഒരു ചിന്ന പാട്ടുകാരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ SP ബാലസുബ്രഹ്മണ്യം. അവർക്ക് ഇത് കൃത്യം മനസ്സിലായി. കവിതയ്ക്കുള്ളിൽ എന്തുണ്ട് എന്ന് ഗാന്ധി എന്ന കവിത കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് നമ്മളെല്ലാം തെന്നിന്ത്യനെന്നോ വടക്കേ ഇന്ത്യക്കാരനെന്നോ ഇല്ല, ഒരു മനസ്സുള്ളവരാകാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായത്. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ച് SP ബാലസുബ്രഹ്മണ്യത്തിനെ കണ്ടപ്പോൾ എന്താ കവിஞരല്ലയാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് പിടിച്ചു. അതാണ് വലിയ മനുഷ്യരുടെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി. ഗാന്ധിയാണ് ഇതിന് കാരണക്കാരൻ. ഗാന്ധിയെ അവിടെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ മണ്ണിലെ എല്ലാ അസ്വാസ്ഥ്യങ്ങൾക്കും മീതെ, എല്ലാ എരിയുന്ന അഗ്നികൾക്കും മീതെ നടക്കാൻ ഗാന്ധിയുടെ ആ കൊലുന്ന പാദം വേണം എന്നാണ്. ഇപ്പോഴും വേണം നമുക്കൊരു ഗാന്ധി, ആവശ്യമുണ്ട്. മറ്റൊരാളിനെ സാധിക്കില്ല. നമ്മളെല്ലാവരും തീ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, വിഭാഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു നാറാണത്ത് ഭ്രാന്തൻ എല്ലാവരും ഒന്ന് എന്ന ശാന്തിപാഠം പറഞ്ഞവനുണ്ട്. ഒരു ശ്രീനാരായണ ഗുരുവും ഒരു ചട്ടമ്പി സ്വാമികളും ഈ ഭ്രാന്തന്മാരായിട്ട് നടന്നതാണ്. അവരെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോകത്തുള്ള സകല മനുഷ്യരും ഒന്നായിട്ട് നിൽക്കണം. അത് നിൽക്കാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമെന്ന് സാറ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നാരായണത്ത് ഭ്രാന്തനും പറയുന്നത് അത് തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഞാനിത് എപ്പോഴും ആലോചിച്ച